ഹലോ, പാട്ടും രുചിക്കൂട്ടിലേക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു നല്ല ഹെൽത്തി റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത്. ഒരു നല്ല ഹെൽത്തി ദോശ. അതിനു വേണ്ടി ആദ്യം കുറച്ച് റാഗി എടുക്കണം. അതിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് ആ റാഗി എടുത്ത് സെയിം അളവിൽ തന്നെ ചെറുപയർ എടുക്കണം. ഞാനിവിടെ ചെറിയ സ്പൂൺ നമ്മുടെ കറി വിളമ്പുന്ന തവിയുണ്ടല്ലോ, അതിൻ്റെ 2 തവിയാണ് റാഗി എടുത്തതും ചെറുപയർ എടുത്തതും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു അതേ സെയിം അളവിൽ തന്നെ ഉഴുന്നും കൂടെ ചേർക്കണം. 2 തവി ഞാനെടുത്ത് ആ സെയിം ഏത് അളവിലാണ് നമ്മൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ എടുക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് ഉലുവ കുറച്ചിട്ടാൽ മതി, ഇല്ലേ അത് കഴിക്കും. ഉലുവയും കൂടെ ചേർത്ത് റാഗി, ചെറുപയർ, ഉലുവ മിക്സ് ചെയ്ത് അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം കുറച്ച് ടൈം. ഞാനിത് രാത്രിയിലാണ് ഒഴിച്ച് വെച്ചത്. എന്നിട്ട് രാവിലെ നമ്മളത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് രാവിലെ അത് കുതിർന്ന് വരുമല്ലോ, അപ്പോൾ അത് കഴുകി നമ്മളത് അരച്ച് അതിൻ്റെ മാവുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ അരയ്ക്കുന്നതിന് രാവിലെ ഈ ഉലുവായും ചെറുപയറും ഉഴുന്നും ഒക്കെ കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കുമ്പം പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർക്കണം. ഇഞ്ചി ചേർക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്യാസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഈ ചെറുപയറും ഉഴുന്നുമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരയ്ക്കാൻ നേരം ഞാൻ 2 പച്ചമുളകും 1 ഇഞ്ചിയുടെ പീസും കൂടെ ചേർത്ത് 2 വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് അരച്ചത്. അപ്പം ഗ്യാസ് നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഓർത്തോണം, ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് അരച്ച് എടുക്കണം. നമ്മൾ മറ്റുള്ള ഈ ദോശമാവ് പോലെ പുളിക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കിത് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ദോശ അല്ലെങ്കിൽ ഇഡലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ മാവിലേക്ക് നമുക്ക് വേണ്ടുന്ന ഉപ്പും ചേർക്കണം. എന്നിട്ട് നമുക്കിഷ്ടമുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ദോശ ഉണ്ടാക്കി, എന്നിട്ട് ഇഷ്ടമുള്ള കറിയുടെ കൂട്ടത്തിൽ നമുക്കിത് കഴിക്കുകയും ചെയ്യാം. ദോശ നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചെറുപയർ മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, റാഗിയും ചെറുപയറും മാത്രമായിട്ടുണ്ടാക്കും. ഞാൻ ഉഴുന്ന് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ദോശയും അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഷുഗർ പേഷ്യൻ്റ്, പിന്നെ കൊളസ്ട്രോള്, BP അങ്ങനെ ഏത് രീതിയിലുള്ള അസുഖക്കാർക്കും ഇത് കഴിക്കാൻ പറ്റും. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.